താർ റോക്സ് ബുക്ക് ചെയ്യാൻ പോയ ഒരു ആള് പുള്ളി ഈ ടെക്ടോൺ റിലീസ് ആയപ്പോൾ ചുമ്മാ വന്ന് നിസാൻ ഷോറൂമിൽ ഒന്ന് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇനി നിങ്ങൾക്ക് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം അടുത്തേക്ക് വരും. വണ്ടിയുടെ ബേസ് വേരിയന്റിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഓണത്തിന് അടിപൊളി ഓഫേഴ്സാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് മാറി നിൽക്കുന്ന ഒരു ഡിസൈനാണ്. വണ്ടിയെ കയറി ഇറങ്ങാനും ഒക്കെ ഇത് ന്യൂട്രലിലേക്ക് ആകാൻ പാടാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. വണ്ടി ന്യൂട്രൽ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏജ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, മലയാളികൾ വളരെ ഭാഗ്യവാന്മാരാണ്. കാര്യം എന്താണെന്നറിയോ, നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഇഷ്ടം പോലെ കാറുകളാണ് ലഭ്യമാകുന്നത്. പോരാണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളും അല്ലാതെയൊക്കെ ആയിട്ട് അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ നിസാൻ്റെ SUV സെഗ്മെൻ്റായ ടെക്ടോൺ ആണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ബേസിക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. കാരണം ഒത്തിരി അഡ്വാൻറ്റേജ് ഉള്ള വണ്ടിയാണ്. അത് നമുക്ക് ഈ ഒരു വിലയ്ക്ക് വളരെ ബെനഫിഷ്യലാണ്. മാത്രമല്ല എൻ്റെ എൻജിൻ്റെ സ്മൂത്ത്നെസ് ഒക്കെ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. എനിക്ക് അകത്ത് നിന്ന് ഡ്രൈവ് ചെയ്ത് കൊതി വന്നിട്ട് പാടില്ല. കാരണം ബുക്ക് ചെയ്താൽ കൊള്ളാമെന്ന് വരെ തോന്നിപ്പോയി. അത്രയ്ക്ക് അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യം തന്നെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്, നിങ്ങളെ ബോറടിപ്പിക്കാതെ വണ്ടിയുടെ സൂപ്പർ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം. ഇതാണ് എനിക്ക് തന്നിരിക്കുന്ന ഈ വണ്ടിയുടെ കീ. അപ്പോൾ ഈ ഒരു കീ ഫോബ് വെച്ച് എന്തൊക്കെ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കീയിൽ നമുക്ക് അൺലോക്ക്, ലോക്ക്, ലൈറ്റ്സ്, ഇതിൻ്റെ ഹുഡ് ഓപ്പണിങ്ങിൻ്റെ ഒക്കെ കാണാം അല്ലേ. ഞാനിപ്പം ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ വീണ്ടും പ്രസ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഗ്ലാസും താന്നു കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുകയാണ്. നമുക്ക് വളരെ ബെനഫിഷ്യലാണ് അത്. അതുപോലെ തന്നെ ഇപ്പോൾ ലോക്കൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ അഡ്വാൻറ്റേജ് ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് ആ സൺറൂഫ് എല്ലാം ഓപ്പൺ ആവുകയാണ്. അതെല്ലാം നമുക്ക് ഭയങ്കര ബെനഫിഷ്യലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് കയറ്റണമെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്ലാസ് കയറ്റണമെങ്കിൽ കയറ്റാം. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് വെച്ച് നമുക്ക് പറ്റുന്നതാണെന്നുള്ളതാണ്. നമുക്ക് ഈ ലൈറ്റ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ കണ്ടോ, ഫോളോ മീ ഹെഡ് ലാംപ്സ് കണ്ടോ, എല്ലാ സംഭവങ്ങളും ഫോളോ മീ ഹെഡ് ലാംപ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഇതിൻ്റെ ഹുഡ് ഓപ്പണിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാനിപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. പ്രസ് ചെയ്ത് പിടിച്ചാൽ തന്നെ അതിൻ്റെ ഹുഡ് ഓപ്പൺ ആവും. 60 മീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ ഫാമിലിക്കോ സാധനങ്ങൾ വെക്കണോ, ഇതുപോലെ അവിടെ ഒന്ന് തുറന്നു കൊടുക്കുക. 60 മീറ്റർ ഡിസ്റ്റൻസിലാണ്. ഇനി നിങ്ങൾക്ക് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം അടുത്തേക്ക് 1 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ശരിക്കും കമ്പനി പറയുന്നത്. കണ്ടോ, ഇത്ര അടുത്ത് വന്നു കഴിഞ്ഞാൽ അടയ്ക്കാം. ഇനി അതല്ലാതെ നിങ്ങൾക്ക് അടയ്ക്കണം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അതിൽ തന്നെ പവേർഡ് ടെയിൽ ഗേറ്റ് ഉണ്ട്. ആ സ്വിച്ച് ഞെക്കുവാണ് ഓട്ടോമാറ്റിക്കായിട്ട് അടയും. ഇതൊക്കെ വണ്ടിയുടെ ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് വണ്ടിയുടെ ബേസ് വേരിയൻറ്റിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് ഒന്ന് വരാം. ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാം അവൈലബിൾ ആണെന്നുള്ളതാണ്. ഇപ്പോൾ 2 എഞ്ചിൻ ഓപ്ഷനിലാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് 1 ലിറ്ററും രണ്ടാമത്തെന്ന് പറയുന്നത് 1.3 ലിറ്റർ എഞ്ചിനിലുമാണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് 1.3 ലിറ്ററാണ്. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 1 ലിറ്ററിൻ്റെ എന്തൊക്കെയാണെന്നൊന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ അതിൻ്റെ ബേസ് വേരിയൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ആസ് പെർ പ്രൊജക്ടർ ഹെഡ് ലാംപ്സും C ടൈപ്പ് DRLസും എല്ലാം അവൈലബിൾ ആയിരിക്കും. ഫോഗ് ലാംപ്സ് അവൈലബിൾ ആയിരിക്കില്ല. മാത്രമല്ല ഈ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഇതുപോലെ അലോയ്സ് ഒന്നും അവൈലബിൾ ആയിരിക്കത്തില്ല. സ്റ്റീൽ വീലായിരിക്കും. ഇത് 18 ഇഞ്ച് വീലാണെന്നുണ്ടെങ്കിൽ അതിന് 17 ഇഞ്ച് വീലാണ് വരിക. ഇനി മാത്രമല്ല ഈ വണ്ടിയുടെ ടെയിൽ ഗേറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടതാണ്, നമ്മൾ വന്നു കഴിഞ്ഞാൽ വാക്കവേ ലോക്കും വാക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്കും ആകുന്ന ഒരു ഫീച്ചറാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ മാത്രമല്ല ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടെയിൽ ഗേറ്റിലേക്ക് ഇപ്പോൾ നിങ്ങൾക്കറിയാം കണക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. ജസ്റ്റ് ഞാനൊന്ന് ക്യാമറ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഫുൾ ഓപ്ഷൻ്റെ ടെയിൽ ലൈറ്റാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ബേസ് വേരിയൻറ്റിൽ നമുക്ക് ഈ ടെയിൽ ലൈറ്റ്സ് നമുക്ക് കണക്റ്റഡ് ആയിരിക്കത്തില്ല. നോർമൽ ടെയിൽ ലൈറ്റ്സ് ആയിരിക്കും വരുന്നത്. അങ്ങനെ ഈ ഷാർക്ക് ഫിൻ ആൻറ്റിന അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കത്തില്ല. ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള വണ്ടിയിൽ എന്ത് മാറ്റമാണെന്നുള്ളത് ഇൻറ്റീരിയറിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതാണ് ഈ ഫുൾ ഓപ്ഷൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. മാത്രമല്ല ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. പക്ഷേ ബേസ് വേരിയൻറ്റിൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അവൈലബിൾ ആണ്. പക്ഷേ ടച്ച് റെസ്പോൺസീവ് ആയിരിക്കത്തില്ല. ഇതുപോലെ ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അവൈലബിൾ ആണ്.
അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വ്യത്യാസം. പിന്നെ ഒരു സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെലിസ്കോപ്പിങ്ങും ആണ്, ടിൽറ്റിങ്ങും എല്ലാം അവൈലബിൾ ആണ് ബേസ് വേരിയൻറ്റിനും. ഈ ഒരു പാഡൽ ഷിഫ്റ്റ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാവുന്നതല്ല. മാത്രമല്ല ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ആ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി, ABS, EBD പോലുള്ള എല്ലാം അവൈലബിൾ ആണ്. 6 എയർ ബാഗ്സ് അവൈലബിൾ ആണ്. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് ബേസ് വേരിയൻറ്റിൽ കിട്ടുന്നതാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ വയർലെസ് ചാർജിങ് അങ്ങനെയുള്ള സംഗതികളൊന്നും കാണത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അവൈലബിൾ ആണ്. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഹിൽ ഡിസെൻറ്റ് കൺട്രോള്, ആ ഹിൽ ഹോൾഡൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമുക്ക് അങ്ങനത്തെ സ്റ്റെബിലിറ്റി കൺട്രോള് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട. സേഫ്റ്റി ആയിട്ടുള്ള 6 എയർ ബാഗ് ഒക്കെ സ്റ്റാൻഡേർഡായിട്ട് എല്ലാം ലഭിക്കുന്നതാണ്. അതെല്ലാം ബേസ് വേരിയൻറ്റിൽ നമുക്കിതെല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇൻറ്റീരിയറിൻ്റെ ഈ ലുക്സ് കംപ്ലീറ്റ്ലി മാറും. അതൊരു ബ്ലാക്ക് വിത്ത് സിൽവർ അക്സെൻസിലാണ് വരുന്നത്. മാത്രമല്ല ഈ വണ്ടിയുടെ ഫാബ്രിക് വരുന്നത് നോർമൽ ഫാബ്രിക്കിലായിരിക്കും വരിക. ഇത് ലെതർ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വരുന്നത് നോർമൽ ഫാബ്രിക്കിലൊക്കെ ആയിരിക്കും. സൺറൂഫോ കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കത്തില്ല. ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ORVMs കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ബേസ് വേരിയൻറ്റ് ശരിക്കും പറഞ്ഞാൽ എടുത്താൽ മതി. കാരണം വെച്ചാൽ അതിനകത്ത് അത്യാവശ്യം ഫീച്ചറുണ്ട്. ഏകദേശം 10 ചില്ലുവാനം ലക്ഷത്തിനാണ് ഈ വണ്ടി അവൈലബിൾ. ഓൺ റോഡ് ഒരു 12 ചില്ലുവാനത്തിന് നിങ്ങൾക്ക് അവൈലബിൾ. അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഓൾ അക്രോസ് കേരള നിങ്ങൾക്ക് ബുക്കിംഗ് അവൈലബിൾ ആണ്. ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ്. ടെക്ടൺ എല്ലായിടത്തും വന്നിട്ടുണ്ട്. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 സിലിണ്ടർ ആയിട്ടുള്ള ഈ ടോപ്പ് എൻഡ് വണ്ടിയുടെ 1.3 ലിറ്ററിൻ്റെ ആ ഒരു ഓടിക്കാനുള്ള സുഖം എക്സലൻ്റ് ആണ്. ഡസ്റ്ററൊക്കെ മാറി നിൽക്കുമെന്ന് തന്നെ പറയണം. കാര്യം കാരണം എൻ്റെ പ്രീമിയം ഫീലും കാര്യം രണ്ട് സെയിം ആണെന്നൊക്കെ അറിയാമെങ്കിൽ പോലും എൻ്റെ പ്രീമിയം ഫീല് ലുക്സ് വൈസ് വണ്ടി എക്സലൻ്റ് ആക്കിയിട്ടുണ്ട്. കാര്യത്തിൽ പറയാനില്ല. അപ്പം ഈ ഒരു വണ്ടി ബുക്കിങ് അല്ലെങ്കിൽ 2 വണ്ടി നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് നോക്കി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഓണത്തിന് അടിപൊളി ഓഫേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടാൻ ഓൾ അക്രോസ് കേരള നിങ്ങൾക്ക് അവൈലബിൾ. നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ സ്ഥലം അവിടെ അടുത്തുള്ള ഷോറൂമിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുക. അതിനുവേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മെസ്സേജ് ചെയ്തോ ഒന്നും നോക്കണ്ട. ഓണാണ് വരുന്നത്. ഈ വണ്ടി 100% ഗ്യാരണ്ടി ഞാൻ പറയാണ്. അപ്പോൾ ബേസ് വേരിയന്റിൽ എന്തൊക്കെ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം 1 ലിറ്ററും 1.3 ലിറ്ററിലും ടെക്ടോൺ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടെക്ടോണിന്റെ കിടിലൻ ബാഡ്ജിങ് ആണ്. നിസാനിന്ന് വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല നല്ലൊരു ഗിൽ പോർഷൻ ഒക്കെ കാണുന്നുണ്ട്. പ്രൊജക്റ്റഡ് LED ലാംപ്സ് ആണ് വരുന്നത്. DRLs അവൈലബിൾ ആണ്. ചെറിയൊരു എയർവെന്റ് കാര്യങ്ങളൊക്കെ കാണാം. താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡാസിന്റെ ക്യാമറാസും സെൻസേഴ്സും എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ ഒരു എയർവെന്റ് കാണാം. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് അറിയോ, ഈ വണ്ടിയുടെ ഡിസൈൻ ആണ്. വണ്ടിയുടെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ്. ഈവൻ നമ്മുടെ ഡസ്റ്റർ മാറി നിൽക്കുന്ന ഒരു ഡിസൈൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് ഷുവർ ആയിട്ട് എടുക്കണം. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആകും കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിലെ ആ ഒരു ഡിസൈൻസ് കാര്യങ്ങളൊക്കെ മസ്കുലാർ ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുപോലത്തെ ഭയങ്കര വെറൈറ്റി ഡിസൈൻ കൊണ്ടുവന്ന നിസാന് ഞാനൊരു താങ്ക്സ് പറയുകയാണ്. വേറൊന്നുമല്ല, ആ ഡിസൈനറോടാണ് ഈ താങ്ക്സ് പറയുന്നത്. ഇത് ഒരു സിൽവർ എലമെന്റും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നേരെ നമുക്ക് സൈഡ് പോർഷൻ നോക്കാം. സോ നമ്മളിപ്പോൾ ഉള്ളത് സൈഡ് പോർഷനിലാണ്. സൈഡ് പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വണ്ടിയുടെ ഡിസൈൻ തന്നെയാണ്. കാരണം ഇതിന്റെ അപ്രോച്ച് ആംഗിൾ ആൻഡ് ഡിപ്പാർച്ചർ ആംഗിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി അത്യാവശ്യം നിങ്ങൾക്ക് വേണം ഒരു ഓഫ് റോഡ് പർപ്പസിലേക്ക് കൊണ്ടുപോകാം. 4x4 അല്ല. അപ്പം ഓൾ വീൽ ഡ്രൈവ് ആണെന്ന് വെച്ചാൽ ഇതിന്റെ അപ്രോച്ച് ആംഗിൾ ആൻഡ് ഡിപ്പാർച്ചർ ആംഗിൾ ആണ്. അപ്രോച്ച് ആംഗിൾ 26.9 ഡിപ്പാർച്ചർ ആംഗിൾ 34.7 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടി തട്ടാതെ നൈസായിട്ട് വണ്ടി കൊണ്ടുപോകാം. അടി തട്ടുന്ന കേസ് പറഞ്ഞപ്പോഴാണ് ഈ വണ്ടിയുടെ വീൽ ബേസ് എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു. 212 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. അപ്പൊ ഈ കാണിക്കുന്നതാണ് ഈ വണ്ടിയുടെ ലെങ്ത്, ബ്രെഡ്ത്ത്, വിഡ്ത്ത് ഒക്കെ. അപ്പം ഈ വണ്ടിയുടെ ആ ലെങ്തും വിഡ്ത്തും ഒക്കെ ഈ ഡസ്റ്ററിനേക്കാളും കൂടുതലാണ്. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതിന്റെ എഞ്ചിന്റെ ആ ഒരു പെർഫോമൻസ് അമേസിങ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അറിയാതെ പറഞ്ഞു വന്നു. അപ്പോൾ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ നിങ്ങൾക്ക് കാണാം റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ എ പില്ലറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ഇന്റഗ്രേറ്റഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. നമുക്ക് അഡാസിന്റെ ക്യാമറാസ് കാര്യങ്ങളെല്ലാം കാണാം. പിന്നെ ഇവിടെ ഒരു ഡിസൈൻ, ഒരു ഓഫ് റോഡ് ഉണ്ട് എന്നൊക്കെ ഉള്ള രീതി കാണിക്കാനായിരിക്കും ഒരു ഡിസൈനെ കൊടുത്തിട്ടുണ്ട്. T280 എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 18 ഇഞ്ചിന്റെ
അടിപൊളി സ്റ്റീൽ ആൻഡ് ബ്ലാക്ക് ഫിനിഷിൽ ഒരു അലോയ് വന്നിരിക്കുകയാണ്. അതിന് ടയർ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 225/55R18 18 ഇഞ്ചിന്റെ ടയറാണ്. അതേസമയത്ത് ബേസ് വേരിയന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 17 ഇഞ്ചിന്റെ ടയറാണ് വരുന്നത്. ഒരു ക്ലാഡിങ് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു ഫുഡ് സ്റ്റെപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. നൈസ് ഫുഡ് സ്റ്റെപ്സ് ആണ്. നമുക്ക് വണ്ടിയെ കയറി ഇറങ്ങാനും ഒക്കെ നല്ല പെർപ്പസ്ഫുൾ ആയിട്ടുള്ള ഫുഡ് റെസ്റ്റ് ആണ്. അതേസമയത്ത് നമുക്ക് ഈ ഒരു റൂഫ് റെയിൽ പെർപ്പസ്ഫുൾ അല്ല, ജസ്റ്റ് ഫോർ എ ഷോ. പിന്നെ മാത്രമല്ല, ബി പില്ലറിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സി പില്ലറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അമേസിങ് നല്ലൊരു ഏരിയ വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഡോറ് അമേസിങ് ക്വാളിറ്റിയാണ്. മാത്രമല്ല ഇതിന്റെ ഡോറ് ഫ്രണ്ടും ബാക്കും കിഡിലനാക്കിയിട്ടുണ്ട്. ഫിനിഷ് അമേസിങ് ആയിട്ടുണ്ട്. സൈഡ് ലുക്സ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട് ഡു നോട്ട് ലോഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് വരുന്നത്. പെട്രോളിലാണ് ഇപ്പോൾ അവൈലബിൾ ആവുന്നത്. അപ്പോൾ പെട്രോളിന് 50 ലിറ്ററിന്റെ ഒരു ഇതാണ് വരുന്നത്, ക്വാണ്ടിറ്റിയാണ് വരുന്നത്. മാത്രമല്ല ക്ലാഡിങ് ഇത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. സൈഡ് പോർഷൻ നിങ്ങൾക്ക് കാണാം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്ക് പോർഷൻ നോക്കാം. സോ ബാക്ക് സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. നല്ലൊരു ഫിനിഷിലാണ്, ക്ലിയർ ലാംപ്സ് ആയിട്ടുള്ള ഇതാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, നമുക്ക് ടെക്ടോൺ അകത്തി എഴുതിയിട്ടുണ്ട്. നൈസ് ഒരു ബാഡ്ജിങ് ആണ്. നിസാൻ എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. നമുക്ക് ഡിഫോഗസ് അവൈലബിൾ ആണ്, വൈപ്പേഴ്സ് അവൈലബിൾ ആണ്, ഷാർക്ക് ഫിൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലർ അവൈലബിൾ ആണ്. അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ ബ്ലാക്ക് എലമെന്റ് തന്നെ ശരിക്കും ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുള്ള അട്രാക്ഷൻ കൂട്ടുകയാണ്. മാത്രമല്ല ഒരു സിൽവർ എലമെന്റ് ഒക്കെ ഇടയ്ക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് എലമെന്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് അകത്തേക്ക് നോക്കി എന്തൊരു വിശാലമായ സ്പേസ് ആണല്ലേ. അട്ടി ഇടിക്കുമെന്ന് ഒരു പേടിയും വേണ്ട, അതുപോലെ നൈസ് ആയിട്ടുണ്ട്. പിന്നെ അതെ ഇവിടുത്തെ ഒരു പോർഷനൊക്കെ ഒരു മഡ് ഫ്ലാപ്പ് ഒക്കെ കൊണ്ടുവന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെറൈറ്റിയാണ്. അപ്പം ഞാൻ പറയുന്ന ഒരു സംഗതി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. താർ റോക്സ് ബുക്ക് ചെയ്യാൻ പോയ ഒരു ആള്, പുള്ളി ഈ ടെക്ടോൺ റിലീസ് ആയപ്പോൾ ചുമ്മാ വന്ന് നിസാൻ ഷോറൂമിൽ ഒന്ന് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും താർ റോക്സ് അല്ലേ ബുക്ക് ചെയ്തത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും എന്താണ്, ഓ ഇത് സാർ ഇതാണ് വണ്ടി, ഇത് ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആളെ ഒന്ന് കാണിച്ചൊന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അപ്പോൾ ഈ താർ റോക്സ് നോക്കിയ ആള് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി പറഞ്ഞ ഒരു അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ട്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ, ഇത് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. അത് ഞാൻ എന്നെ അമ്പരിപ്പിച്ചാണ്. ആ പുള്ളി താർ റോക്സ് വേണ്ടാന്ന് വെച്ചിട്ട് ഈ ടെക്ടൺ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അത് എനിക്കറിയാം, താർ റോക്സ് ഇതിന്റെ ഒരു കോമ്പറ്റീറ്റർ അല്ല എന്നൊക്കെ എനിക്കറിയാം. ഇതിന്റെ കോമ്പറ്റീറ്റർ ആരാന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. എന്നാൽ പോലും ഈ ഒരു കിയ സെൽറ്റോസോ ഗ്രാൻഡ് വിറ്റാറോ ഒക്കെ നോക്കുന്ന ക്രെറ്റയൊക്കെ നോക്കുന്ന സഹോദരന്മാര് ആദ്യമേ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇത് ഉണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാണ്. ആ പുള്ളി താർ റോക്സ് വേണ്ടാന്ന് വെച്ചിട്ട് ഈ വണ്ടിയാണ് സെലക്ട് ചെയ്തത്. സുഹൃത്തെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയണം, നിങ്ങൾ എടുത്ത റൈറ്റ് ഡിസിഷൻ ആണ് ഈ ഒരു 1.3 ലിറ്ററിന്റെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തത്. കാരണം താർ റോക്സിൽ വെച്ച് സസ്പെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി അമേസിങ്. താർ റോക്സിൽ ഞാൻ ഒരിക്കലും ആരോട് ഇതിന്റെ ആ ലോങ് റണ്ണിൽ ഞാൻ പ്രിഫർ ചെയ്തിട്ടില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇറ്റ്സ് എ ബെസ്റ്റ് ഡിസിഷൻ ഫോർ യു. അപ്പൊ ഇനി നമ്മൾ ഇന്റീരിയർ നോക്കാം. സോ നമ്മൾ ഇന്റീരിയറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫ്രണ്ട് സൈഡിലാണ് ലക്ഷറി വണ്ടിയെ കയറിയ ഫീലാണ് കേട്ടോ, അമേസിങ് ഫീലാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിന്റെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളെ, നല്ലൊരു ഫോണ് കാര്യങ്ങളെ കാണാം, ടെലിഫോണിക് ഓപ്ഷൻസ് ഒക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലസ്റ്ററിന്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും കാണാം. നിങ്ങൾക്ക് ഗൂഗിൾ അസിസ്റ്റ് ആണ്. ഹേ ഗൂഗിൾ, ക്യാൻ യു സെറ്റ് ദി മാപ്പ് ടു കോട്ടയം? ഓക്കെ, യെസ്, റെഡി. ദേണ്ട കോട്ടയത്തേക്ക് മാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ എന്ത് വേണം, ഇനി നിങ്ങൾക്ക് ടെമ്പറേച്ചർ അറിയാം, എന്ത് കാര്യം, സൺറൂഫ് ഓപ്പൺ ചെയ്യണം, എല്ലാം ദേ ഈ ബട്ടൺ അമർത്തിയിട്ട് ഗൂഗിളിനോട് അങ്ങ് പറഞ്ഞാൽ മതി. ഗൂഗിൾ അസിസ്റ്റ് സംഭവങ്ങളാണ് ഈ സംഗതി വരുന്നത്. പിന്നെ അതെ ഇതിന്റെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേ ഇവിടെ എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം കൊണ്ട് ദേ പല മോഡാണ്. ഡ്രൈവ് മോഡ്സ് കാണും, ഇക്കോ മോഡ് നിങ്ങൾക്ക് കാണാം, കംഫർട്ട് മോഡ് കാണാം, പെർസോ മോഡ് കാണാം. പെർസോ നമുക്ക് കോൺഫിഗർ ചെയ്യണമെങ്കിൽ കോൺഫിഗർ ചെയ്യാൻ, ഡ്രൈവിംഗ് അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഇതെല്ലാം ഓഫ് ആവണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് നിങ്ങൾക്ക് എന്ത് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ കാണിച്ചു തരുമെന്നുള്ളതാണ്. പിന്നെ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വെഹിക്കിളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആക്സിസ് കോക്പിറ്റ്, ടയർ പ്രഷർ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. മാത്രമല്ല ഇതിന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ക്വാളിറ്റി PM 2.5 സംഗതികളെല്ലാം ഇതിനകത്ത് കാണിക്കുന്നത്. ഇൻ കേസ് നിങ്ങളുടെ ഫിൽറ്ററിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരും. ഫിൽറ്റർ ഇത് ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഇതിനകത്ത് കാണിച്ചു തരുന്നതാണ്.
അതെല്ലാം ഇതിൻ്റെ ഒരു ഗുണമാണ്. പിന്നെ മൈ ഡ്രൈവിംഗ്, നമ്മുടെ ഡ്രൈവിംഗ് എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ കാണാം. റൺ വ്യൂ മോണിറ്റർ, ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് സംഭവം കൊടുത്തിട്ടുണ്ട്. നല്ല ടച്ച് റെസ്പോൺസ് ആണ്. 10.25 ഇഞ്ചിന്റെ ഒരു കിടിലൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 7 ഇഞ്ചിന്റെ ഒരു കിടിലൻ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ആ മാപ്പ് ചെയ്യാൻ ഇപ്പോഴത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ IRVM ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെട്ടം അടിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള IRVM കാര്യങ്ങൾ, പാസഞ്ചർ എയർ ബാഗ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വൺ ടച്ച് ആയിട്ടുള്ള ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാം. ഓ ബ്യൂട്ടിഫുൾ. പിന്നെ നമുക്ക് അതിന്റെ വൈഡ് പനോരമിക് സൺറൂഫ് തുറക്കുന്ന ഒന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുവാണ്. ദേ നോക്കിയേ, അങ്ങറ്റം വരെയാണ് ഇതിന്റെ ആ ഒരു സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇത് ഫുൾ ഓപ്പണും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. കേട്ടോ, ജസ്റ്റ് വൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതെ ഇതെല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് എല്ലാം വരുന്നതാണ്. അപ്പം ഇത് നമുക്ക് ഭയങ്കര പർപ്പസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് തുറക്കണമെന്നുണ്ടെങ്കിൽ തുറക്കാട്ടോ. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം തുറന്നു കിട്ടും. നമുക്ക് നമ്മുടെ ഇന്റർനാഷണൽ ലെവലിലുള്ള വണ്ടി മേടിച്ചാലുള്ള ഗുണം എന്താന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതിന്റെയൊക്കെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ക്ലീൻ ആയിരിക്കും. ഇവിടെയൊക്കെ ഒരു ഗ്യാപ്പ് പോലും ഇല്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഗുണം. വാനിറ്റി മിററിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വാനിറ്റി മിറർ രണ്ടിലും കോ ഡ്രൈവറിലും അവൈലബിൾ ആണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ലൈറ്റ് കത്തുന്ന സംഗതികളും എല്ലാം നമുക്ക് അവൈലബിൾ. ഒരു രീതിയിലും അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന്റെയൊക്കെ വില എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡാസ് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ കാണാം. ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ലൈറ്റിന്റെ സ്വിച്ചുകൾ കാണാം. പാർക്കിങ്ങിന്റെ സ്വിച്ച് ഇവിടെയും അവൈലബിൾ ആണ്. പിന്നെ അത് ഓട്ടോ ഹോൾഡ് കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യുന്ന സംഗതികളെല്ലാം കാണാം. സീറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ആണ്. ഇത് കണ്ടോ, ചെരിയും മറിയൊക്കെ ചെയ്യുന്നതാണ്. അതിന്റെ കൂടെ തന്നെ ഇവിടെ നോബ് ഉണ്ട്. ഇവനെ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർപ്പസ്ഫുൾ ആയിട്ട് ഇത് മെക്കാനിക്കലി ഓപ്പറേറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്ത് കണ്ടോ, ഹൈറ്റ് കൂടുകയാണ്. ഇനി കുറയ്ക്കണമെങ്കിൽ ഇത് കുറയ്ക്കുക. എല്ലാം ഇലക്ട്രോണിക് ഓപ്പറേറ്റഡ് ആണ്. ബേസ് വേരിയന്റിൽ മാത്രം ഈ പറഞ്ഞ പോലെ അത് മെക്കാനിക്കലി ആണെന്നുണ്ടെങ്കിൽ ഇത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആണെന്നുള്ളതാണ് ഇതിന്റെ ഒരു വ്യത്യാസം വരുന്നത്. സൗണ്ട് സിസ്റ്റം മോനെ, ആർക്കമീസിന്റെ 6 സ്പീക്കർ സൗണ്ട് സിസ്റ്റം 3D. മോനെ പൊളി സാധനം. കേട്ട് നോക്കിയിട്ട് നമ്മൾ ഇതിനകത്തിരുന്ന് സിനിമ കണ്ടുപോകും. അതുപോലത്തെ ഫീലാണ് മോനെ. അടിപൊളി സാധനമാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട സംഗതിയാണ്. അതാണ്. പിന്നെ ഡോർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം 2 ബോർഡിലൊക്കെ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ കാര്യങ്ങൾ, ഇതിന്റെ പവർ വിൻഡോസിന് എലമെന്റ്സ് എല്ലാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എയർ വെന്റ്സ്, AC വെന്റ്സ് കാര്യങ്ങൾ എല്ലാം അമേസിംഗ് ആണ്. സ്പീക്കേഴ്സ് എല്ലാം ഇവിടെ കാണാം. പിന്നെ മാത്രമല്ല ഇതിന്റെ ആ ഒരു ടച്ച് റെസ്പോൺസ് ആയിട്ട് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിക്കോട്ടെ, ടൂഗിൾ സ്വിച്ചുകൾ എല്ലാം അവൈലബിൾ ആണ്. ഇതിന്റെ അപ്പ് ആൻഡ് ഡൗൺ, ഇതിന്റെ ഫാൻ കൺട്രോൾ, ഓട്ടോമാറ്റിക്. ഇനി നിങ്ങൾക്ക് 2 സൈഡിലും നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഒരേ ടെമ്പറേച്ചർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ സിങ്ക്രണൈസിനെ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 സൈഡിന്റെ ഒരു ടെമ്പറേച്ചറായി. 2 സോൺ AC കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഫാൻ സ്പീഡ്, ഇതിന്റെ ഡിഗ്രീസ് എല്ലാം ഇതിനകത്ത് കാണുന്നുണ്ട്. 2 പേരെ ടെമ്പറേച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. പറഞ്ഞാൽ തീരാത്ത അത്രയും ഫീച്ചേഴ്സ് ആണ് പറയാനുള്ളത്. പിന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ബേസ് വേരിയന്റിൽ വരുന്നില്ല. അല്ലാത്തൊക്കെ ഇതെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ വോളിയം കൺട്രോളിന്റെ ഇതിന്റെ ആ ഒരു സ്വിച്ച് കാര്യങ്ങൾ, റോട്ടറി മോനെ അടിപൊളി സാധനമാണ് വരിക. അപ്പൊ ജസ്റ്റ് ഇത് കണ്ടോ, ഇതുപോലെ പെട്ടെന്ന് തൊട്ടാൽ തന്നെ ഇതിന്റെ മ്യൂസിക് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. എല്ലാ സംഗതി. ഇനി സെൻട്രൽ കൺസോളിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ വരാൻ ഇവിടെ ഞാൻ ഫോൺ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇത് വയർലെസ് ചാർജിങ് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ്. ചാർജ് ആകുന്ന കണ്ടോ അതാണ് ആപ്പിൾ. ഇത് എന്റെ ഫോണല്ല. പിന്നെ മാത്രമല്ല 2 സി പോർട്സ് അവൈലബിൾ ആണ്. അല്ലാത്ത ഒരു പവർ സോക്കറ്റ് അവൈലബിൾ ആണ്. പാർക്കിങ്ങിന്റെ സ്വിച്ച് ഇവിടെ അവൈലബിൾ ആണ്. ഇത് കീ ഫോബ് നിങ്ങൾ കണ്ടോ, ഞാൻ കാണിച്ചു തന്നാണ്. ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡ്രൈവ് സെലക്ടർ വളരെ അമേസിംഗ് ആണ്. റിവേഴ്സ്, ന്യൂട്രൽ ആൻഡ് ഡ്രൈവ്. നിങ്ങൾക്ക് അറിയാൻ മേലാത്തൊരു സംഗതി പറഞ്ഞുതരാം. ഇത് ന്യൂട്രലിലേക്ക് ആകാൻ പാടാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. വണ്ടി ന്യൂട്രൽ ആവണമെന്നുണ്ടെങ്കിലുള്ള ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. വണ്ടി ന്യൂട്രലാക്കാൻ നിങ്ങൾ ഡസ്റ്റർ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഓരോരുത്തരൊക്കെ റീലൊക്കെ ഇടുന്നുണ്ട് ഇത് ന്യൂട്രൽ ആവുന്നില്ലെന്ന് പറഞ്ഞു. സുഹൃത്തെ, ഇത് ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് 3 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഉള്ളൂ ഇത് ന്യൂട്രലിലേക്ക് ആവുകയുള്ളൂ. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഇത് ന്യൂട്രലിലേക്ക് ആവുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഞാൻ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് സംഭവം എന്നുള്ളത് കാണിച്ചു തരാം. ഒന്നു ന്യൂട്രൽ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടോ, ന്യൂട്രൽ ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് സ്വിച്ച്, നമ്മൾ ഈ ഒരു നോബ് ജസ്റ്റ് ഇങ്ങനെ ഇത്ര സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ന്യൂട്രലിലേക്ക് ആവും. അതാണ് ഈ വന്നിരിക്കുന്ന ന്യൂട്രൽ. കണ്ടോ, ന്യൂട്രലിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സിസ്റ്റം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സ്റ്റാർട്ട് സ്റ്റോപ്പ് എല്ലാം കാണാം. നമുക്ക് ട്വിൻ കപ്പ് ഹോൾഡേഴ്സ്, പിന്നെ
അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ, ഇത് കൂൾഡാണ് വരിക. പിന്നെ ഇനി ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 കളർ ഓപ്ഷൻസിലാണ് ഇത് മൊത്തത്തിൽ ആ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നമുക്ക് കാണാം, ഒരു കോപ്പർ ഫിനിഷിലുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒരു ബീജ് എന്നാണ് എല്ലാവരും പറയുന്നത്, ഒരു സിൽവർ ആണ് നമുക്ക് വിസിബിളി കാണാം, ലൈറ്റ് ബീജ് എന്നുള്ള രീതിയിലാണ് കമ്പനി പറയുന്നത്. ബർഗുണ്ടേ കളർ, പണ്ടൊക്കെ നമ്മുടെ തലയ്ക്ക് കളർ അടിക്കുന്ന പോലത്തെ ഉള്ള കളറാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. റോസ് ഗോൾഡ് ഫിനിഷിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ബ്ലാക്ക് ഫിനിഷിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മോനെ അസാധ്യ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ അസാധ്യ ലുക്കിലാണ്. പിന്നെ ഈ ത്രെഡ് കാര്യങ്ങളെല്ലാം കണ്ടില്ലേ, പിന്നെ ഹാൻഡിൽസ് കണ്ടോ, ഇവിടെ നമുക്ക് 2 ഡോർ സൈഡിലും നമുക്കിതുപോലെ ഇതിൻ്റെ കുപ്പി വെക്കാനും ഒക്കെ ഉള്ള സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. ഇനി എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞ് ഇതാക്കുന്നില്ല. പിന്നെ തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ, നല്ല തൈ സപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ രീതിയിലാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ സ്പേസൊക്കെ നോക്കണ്ടേ, നേരെ ബാക്കിലേക്ക് പോകാം. സോ ദേ നമ്മൾ ബാക്ക് സീറ്റിൽ എത്തിയിരിക്കുകയാണ്. ബാക്ക് സീറ്റിൽ ഇവിടെ ഒരു ബർഗുണ്ടി ഫിനിഷാണ് നമ്മുടെ സീറ്റ്സിലൊക്കെ കാണുന്നത്. സീറ്റ് പോക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. മാത്രമല്ല ബാക്ക് സൈഡ് ഇരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം, ദേ ഞാനൊരു 5 അടി 8 ഇഞ്ചുമാണ് എൻ്റെ പൊക്കം വരുന്നത്. ഇത്രയും ഹെഡ് റൂം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ലെഗ്സ് ഭയങ്കര സ്മൂത്താണ്. നല്ലതേ ഇതിനെമ്പിച്ച് ഇങ്ങനെ ഇരിക്കാം, നല്ല സുഖമായിട്ടിരിക്കാം. ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് അവൈലബിൾ ആണ്, ഹാൻഡ് റെസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കൊണ്ടുവരാം. 3 ഹെഡ് റെസ്റ്റ് കാണുന്നുണ്ട്, അപ്പോൾ 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കമ്പനി പറയുക. പിന്നെ നമുക്ക് സൺറൂഫ്, നമ്മുടെ പനോരമിക് സൺറൂഫ് നമ്മുടെ മേളിൽ തന്നെ ആയതുകൊണ്ട് ഭയങ്കര വ്യൂ ലഭിക്കുന്നതാണ്. നമുക്ക് ഒരു ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ അമേസിങ് ഫീൽ, ആ ഒരു വൈബ് നിങ്ങൾക്ക് ഈ വണ്ടിക്കുള്ളിൽ നിലനിർത്താം എന്നുള്ളതാണ്. നല്ലൊരു ഫാബ്രിക് ലെതർ ലൈഫ് ഫിനിഷിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഫാബ്രിക്കാണ്. ഡോർ സൈഡിൽ നമുക്ക് സിംഗിൾ കപ്പൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലൊക്കെ വെക്കാവുന്ന രീതിയിലാണ്. വൈഡ് ആയിട്ടുള്ള നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ കാണിക്കുന്നതാണ് ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെയാണ്. പാർസൽ ട്രേ ഒഴിവാക്കിയിട്ട് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ട് 700 ലിറ്റർ എന്ന് പറയണം. എനിക്കറിയാം അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 90 സംതിങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന ബൂട്ട് സ്പേസ് ഉണ്ടെങ്കിൽ മൊത്തത്തിൽ മാറ്റി 700 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് അവൈലബിൾ. അമേസിങ് ബൂട്ട് സ്പേസ് ആണ്. മാത്രമല്ല നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സ്പെയർ ടയറും ഒക്കെ അവൈലബിൾ ആക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതാണ് ബാക്കിലെ വ്യൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് കയറുന്നുണ്ടെങ്കിൽ ഇതിന് ഉറപ്പായിട്ടും നല്ലൊരു ഫുഡ് സ്റ്റെപ്സ് കൊണ്ടുവരിക. ഇപ്പം പെട്ടെന്ന് നമുക്ക് കയറി ഇടുമ്പോൾ കാല് നമ്മൾ പൊക്കി ഇങ്ങനെ നമ്മൾ ഈ ഫുഡ് സ്റ്റെപ്പിൽ ചവിട്ടുക. അതിനുശേഷം നമുക്ക് ഇതിൽ പിടിച്ചിട്ട്, പ്രായമുള്ളവർക്കൊക്കെ അങ്ങനെയാണ് ഇറങ്ങേണ്ടത്. ഇങ്ങനെ ഇറങ്ങാം, വളരെ സിമ്പിളായിട്ട് കണ്ടോ, ഇങ്ങനെ വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ വളരെ ഈസി ആയിട്ട് കയറാം. നിങ്ങൾ ഏജ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, ഈ ഫുഡ് സ്റ്റെപ്പെ ഇങ്ങനെ ചവിട്ടുക, തിരിഞ്ഞിങ്ങനെ ഇരിക്കുക, എന്നിട്ട് പതുക്കെ ഇതേലോട്ട് കായ് ഇങ്ങനെ വെക്കുക, എന്നിട്ട് കാല് പൊക്കി ഇങ്ങനെ കൊണ്ടുവെക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാം. നല്ലൊരു ഉറപ്പായിട്ടും നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് വണ്ടിയാണ്. നമുക്ക് പെർഫോം ചെയ്യാൻ, പ്രത്യേകിച്ച് ഒരു ഡ്രൈവർ എൻത്യൂസിയാസ്റ്റിക്കിനൊക്കെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്ന വണ്ടിയുടെ ഡ്രൈവാണ്. നേരെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾവേസ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്, എന്നാൽ മാത്രമേ സേഫായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുക. ഓക്കെ, സോ നമ്മൾ എന്തായാലും നമ്മൾ ഡ്രൈവിങ്ങിലേക്ക് കിടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ടാപ്പ് ചെയ്യുക, എന്നിട്ട് നേരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ വണ്ടി ഞാൻ ഇപ്പോൾ പോകുന്നത് ഒരു ഓഫ് റോഡ് ഫീലുള്ള, ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ കാണിച്ചു തരാം. വേണ്ടേ, ഒരു ഓഫ് റോഡ് ഫീലിലാണ് പോകുന്നത്. നൈസ് കേട്ടോ. എൻ്റെ മോനെ ഈ വണ്ടിയായിട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ കണ്ടോ, ഈ സൗണ്ട് കേൾക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, സെൻസേഴ്സിൻ്റെ ആണ്. ആ പുല്ലൊക്കെ ചെറുതായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. കണ്ടോ, സ്മൂത്തായി. അപ്പോൾ നൈസ് വ്യൂവിലാണ്. അപ്പം ഈ വണ്ടി ഇതിനകത്ത് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സേഫ്റ്റി ഫീലാണ്. എന്താണ് കാരണം വേറൊന്നുമല്ല, 62% ഓഫ് ഹൈ സ്റ്റീൽ ക്വാളിറ്റിയിലാണ്, മോണോക്കോക്കിലാണ്, സ്ട്രക്ചറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു സ്ട്രക്ചറിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ, ഇത്രയും ക്വാളിറ്റിയുള്ള ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി അൾട്രാ സേഫാണ്. സേഫ്റ്റിപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ്. 6 എയർ ബാഗ്സ് ആ സ്റ്റാൻഡേർഡ് അവൈലബിൾ ആണ്. ഹിൽ ഹോൾഡ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നുള്ള എല്ലാ സംഗതികളും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. സേഫ്റ്റിപരമായിട്ട് അടിപൊളിയാണ്. പോരാണ്ട് അഡാസ് ലെവൽ 2 ഫീച്ചർ അവൈലബിൾ ആണ്. ടോപ്പ് എൻഡിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ള. അതിനകത്ത് ഇപ്പം ഞാൻ ബ്രേക്ക് ചെയ്യാണ്. ടോപ്പ് എൻഡിൽ എന്താണ് അഡ്വാൻറ്റേജ്, ഇതിൻ്റെ ബാക്ക് സീറ്റ് ഡിസ്ക് ആണെന്നുള്ളതാണ്. അപ്പോൾ അതും കൂടി വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഡ്രൈവ് ഫീൽ എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. എന്തുകൊണ്ടാണ് ഈ വണ്ടിയുടെ ഡ്രൈവ് ഫീൽ അമേസിംഗ് ആണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ വണ്ടി ഞാനിപ്പോൾ അത്യാവശ്യം സ്പീഡിൽ പോവാണ്. അപ്പോൾ ഏകദേശം
10.3 സെക്കൻഡ്സ് കൊണ്ട് ഈ വണ്ടി ഇതിൻ്റെ ഈ ഓട്ടോമാറ്റിക് DCT ഗിയർ ബോക്സ് വരുന്ന 6 സ്പീഡ് DCT ഗിയർ ബോക്സ് വരുന്ന ഈ വണ്ടി അത്രയും സെക്കൻഡ്സ് കൊണ്ട് 100 അച്ചീവ് ചെയ്യും. മാത്രമല്ല ഇനി മാനുവൽ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി 3 സെക്കൻഡ്സും കൂടെ കൂടി ഒരു 10.6 10 ആ ഒരു റേഞ്ചിൽ നമുക്ക് എന്താ പറയുക ഈ വണ്ടി 100 അച്ചീവ് ചെയ്യുന്നതാണ്. ഈ വണ്ടിക്കകത്തിരിക്കുമ്പോൾ അൾട്ടിമേറ്റ് സൈലൻസ് ആണ്, ഒരു ഫ്ലൈറ്റിൽ പോകുന്ന ഫീലാണ്. ഈ എൻജിൻ്റെ സൗണ്ട് കേൾക്കുന്നേ ഇല്ല. എന്തുകൊണ്ടാണ്? ഇത് 2 എൻജിൻ ഓപ്ഷനിലാണ് ഈ വണ്ടി വരുന്നത്. ഒന്നെന്ന് പറയുന്നത് 1 ലിറ്റർ എൻജിൻ 100 PS ഉള്ള വണ്ടിയും, ഇതെന്ന് പറയുന്നത് 1.3 ലിറ്റർ 163 PS 280 ന്യൂട്ടൺ മീറ്റർ ടോർക്കിലുള്ള വണ്ടിയാണ്. അതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറ്റ് പോലെ പിടിക്കും. ഇതാണ്ട് ഈ പോക്കാണ് ഈ വണ്ടി പോകുന്നത്. എൻ്റെ പൊന്നു മോനെ, എന്നെ എടുത്തോണ്ട് പോവാണ്. പുറകെ ഫ്രണ്ട് നിൽക്കുന്നവരൊക്കെ നോക്കുന്നുണ്ട്, ഇതെന്ത് നല്ല സ്പീഡിലാണല്ലോ പോകുന്നുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ കൺട്രോളിലേക്ക് വരികയാണ്. വണ്ടി ബ്രേക്ക് ചെയ്യാനും ഒക്കെ എനിക്ക് അമേസിങ് കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഈ 2 എൻജിൻ ഓപ്ഷനിലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യുക ഈ എൻജിൻ ഓപ്ഷനാണ്. കാരണം 4 സിലിണ്ടർ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു സംഗതി പോലും ഇങ്ങോട്ടേക്ക് കേൾക്കത്തില്ല. എന്താണ് നമ്മുടെ ഉള്ളിൽ ഇവിടെ സൗണ്ട് ഒന്നും കേൾക്കത്തില്ല. അപ്പോൾ അൾട്ടിമേറ്റ് ഒരു എന്താ പറയുക, അത്രയും നല്ല ഡാമ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഡ്രൈവിംഗ് ഫീൽ എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ്. SUV സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ എക്സലൻ്റ് ആണ്. ലേഡീസിനും ഇതിനൊക്കെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഓടിക്കാം. ഫ്രണ്ടിലെ ആ ഒരു ബൾജിങ് പോർഷനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ വലിപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ആ രീതി നമുക്ക് പിന്നെ അത്യാവശ്യം നല്ല ടേണിംഗ് റേഡിയസ് കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ്. ഇനി ഇതൊന്നുമല്ല, നിങ്ങളൊരു NRI ആണോ? NRI ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ദൂരത്തിരുന്ന് വേണേലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയാം, വണ്ടി AC ഓൺ ആക്കാം, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ ഈ നേഷനിൽ തന്നെ വേണമെന്നില്ല. നിങ്ങൾ എവിടെ വേണേലും ഈ ആപ്പ് മൈ നിസാൻ കണക്ടിവിറ്റി ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഗൂഗിൾ അസിസ്റ്റഡ് ആണ്. നിങ്ങൾക്ക് എന്ത് വേണേലും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അത് ചെയ്തു തരും. വണ്ടി ടെമ്പറേച്ചർ എന്ത് വേണേലും ചെയ്തു തരും. AC ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് തരും. ഗൂഗിൾ സെറ്റ് ദ ടെമ്പറേച്ചർ ടു 25 ഡിഗ്രി. All right, changing the temperature to 25 degrees. Yes, ഇത്രയും കേസേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കൊക്കെ ഇരുന്ന് വെറുതെ ഇതിലൊന്നും ഞെക്കി സമയം കളയണ്ട. ഇത്രയും സിമ്പിളായിട്ട് നമുക്കിത് ഈ സ്വിച്ച് ഞെക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇതിൻ്റെ എല്ലാ ഡ്രൈവ് സെലക്ടർ ഉൾപ്പെടെ എല്ലാം മിന്നായ സാധനം തന്നെയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് റിവേഴ്സിലേക്ക് ഇട്ടു. ബേർഡ് വ്യൂ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാം. കംപ്ലീറ്റ് എൻ്റെ വണ്ടി എങ്ങനെയാണ് തിരിയുന്നത് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒരു ചെറിയ സംഗതി വരുന്നുണ്ടെന്ന് കാണിച്ചു. ഇതെല്ലാം ഇതിനകത്ത് കാണാം. അപ്പോൾ അത്രയും ക്ലാരിറ്റിയുള്ള അസാധ്യ ഒരു ക്വാളിറ്റി സാധനമാണ് കൂടുതൽ. നിസാനിന് ക്രെഡിറ്റ് ടു നിസാൻ. അത്രയും നല്ല പ്രൊഡക്റ്റ് കൊണ്ടുവന്നതിന് ഞാൻ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദിസ് പ്രൊഡക്റ്റ്. കാരണം എനിക്കറിയാം അവന്മാർ ഈ വണ്ടി ഇറക്കുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിട്ടായിരിക്കും ഇറക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വണ്ടിയുടെ എന്ത് കാര്യം, നിങ്ങൾ ബ്രേക്കിംഗ് ആയിക്കോട്ടെ, സസ്പെൻഷൻ ആയിക്കോട്ടെ, റൈഡ് ക്വാളിറ്റി, ഡ്രൈവബിലിറ്റി, പിന്നെ ക്യാബിൻ സൗണ്ട്, NVH ലെവല് എല്ലാം എക്സലൻ്റ് ആണെന്ന് വേണം പറയാൻ. മാത്രമല്ല ഈ വണ്ടിയുടെ ബാക്കിലിരിക്കാനും നല്ല കംഫർട്ടബിൾ ആണ്. കാരണം വണ്ടിയുടെ സൈസ് ഡസ്റ്ററിനേക്കാളും കൂടുതലാണ്. ഡസ്റ്ററിന് പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ചെറിയ വ്യത്യാസം, ഈവൻ കോസ്മെറ്റിക് ചേഞ്ചിന് ഉൾപ്പെടെ അല്ലാത്ത ചേഞ്ചസ് എല്ലാം ഈ വണ്ടിക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ വണ്ടിയുടെ ബുക്കിങ്ങിന് ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ വെറുതെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അഡാസ് ലെവൽ 2 നിങ്ങൾക്ക് അറിയാം, ലെയിൻ കീപ്പ് അസിസ്റ്റ്, ഓട്ടോ പാർക്കിംഗ്, അങ്ങനെയുള്ള സംഗതികളെല്ലാം അവൈലബിൾ ആണ്. പിന്നെ മാത്രമല്ല നമുക്ക് ഇതുപോലെ കണക്ടിവിറ്റി കാര്യങ്ങൾ, വയർലെസ് ആയിട്ടുള്ള കണക്ടിവിറ്റി, ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ, എന്ത് വേണ്ട എല്ലാം ഞാനതൊന്നും പറയാനില്ല. അതുപോലെ തന്നെ എല്ലാ ഫീച്ചറും അവൈലബിൾ ആണ്. അതിനകത്ത് സംശയമെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു. കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ബുക്ക് ചെയ്യാൻ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ കൊണ്ടുപോയി ഓൾ അക്രോസ് കേരളത്തിൽ എവിടെയാണെങ്കിലും, ഇനിയിപ്പോൾ ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വണ്ടി നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഡ്രൈവും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വാറണ്ടി കാര്യങ്ങൾ ഇതെല്ലാം എഴുതി കാണിക്കുന്നതാണ് വരിക. അപ്പോൾ എല്ലാം നമുക്ക് വാറണ്ടിയും സർവീസും എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് സർവീസ് സെൻറ്റർ, നിങ്ങൾ എവിടെ നിന്ന് വണ്ടി എടുക്കുന്നോ ഏത് സർവീസ് സെൻറ്ററിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്തൊക്കെ വേരിയൻസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വണ്ടിക്ക് എന്ത് പ്രൈസാണ്, എക്സ്ഷോറൂം പ്രൈസ്, എന്ത് ഓൺ റോഡ് പ്രൈസാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. വണ്ടിയുടെ വേരിയൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് ആയിട്ടുള്ള T160 100 PS പവർ വരുന്ന വണ്ടിയുടെ വേരിയൻസ് ആണ് പറയുന്നത്. വിസിയ പ്ലസ്, അക്സെൻറ്റ, എൻകണക്റ്റ, ടെക്ന പ്ലസ് ഡ്യുവൽ ടോൺ. അതിനകത്ത് ബേസ് വേരിയൻറ്റിന് വരുന്ന പ്രൈസ് 12,83,250. അതാണ് 100 PS വണ്ടിയുടെ പ്രൈസ്. അടുത്ത മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
T280 എന്ന് പറഞ്ഞ മോഡലാണ്. അത് മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞത് മാനുവലിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ആ മോഡലിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ വേരിയൻസ് എൻ കണക്റ്റ, ടെക്ന ആക്സെൻറ്റ, എൻ കണക്റ്റ, DCT, ടെക്ന DCT, ടെക്ന പ്ലസ് ഡ്യുവൽ ടോൺ, ഇതാണ് വരുന്നത്. അതിനകത്ത് DCT മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സെൻറ്റയിലാണ്. എക്സെൻറ്റ വരുമ്പോൾ ഓൺ റോഡ് 18,30,000 വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് 23,04,580 വരുന്നത്. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓൾവേസ് നമ്മൾ ഓട്ടോ വ്ളോഗിങ് മാത്രമാണ് ചെയ്യുന്നത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം കൃഷ്ണച്ച.